എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ അവരു ജയശ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വിലക്കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പൊന്നപ്പാ, കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഈ മുളോണിയും കഴിഞ്ഞു. ഇയാൾ എന്തിനാ അടുക്കളക്കാരും തിരക്കുന്നേ? അടുക്കളക്കാരിയൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിയിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അതങ്ങോട്ട് കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസ് ഉണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും മതം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. ജയകൃഷ്ണ, എന്താ മാവാ? ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളെ വിളിച്ചു കയറ്റുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണ്ടല്ലോ. നാണമില്ലടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ? അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ആ, ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിനും പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെത്തണത്? എന്റെ തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ യെസ് യുവർ ഓണർ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ? പോട്ടെ, താങ്കളെങ്കിലും അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? പൊന്നപ്പ പോട്ടടാ, അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി. എന്താ സാറേ, സാറ് സോറി പറയേ? ആക്ച്വലി സാറിന്റെ കയ്യിൽ നിന്ന് 2 കൂടി വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ ഇങ്ങനെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാൻ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. അവന്റെ വായിന്ന് മാത്രമേ നീ ചീത്ത കേൾക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും അയ്യല്ലടാ. ഏയ്, അവൻ പാവം. അല്ല, രാധിക വന്നില്ലേ? ഇല്ല, നീ കഴിച്ചു. അത് വേണ്ട, ഞങ്ങൾ ഒരുമിച്ചുണ്ടോളാം. രാധികച്ച് നല്ല തിരക്കില്ല. ഇനിയും 1-2 കക്ഷികൾ പോകാനുണ്ട്. ആയിക്കോട്ടെ, ഞാൻ കാത്തിരുന്നോളാം. ജയകൃഷ്ണ, നീ ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. അന്നത്തെ കാലത്ത് നിന്റെ പഠിപ്പ് ഉത്സാഹമൊക്കെ കണ്ടപ്പോ രാധിയെ നിനക്കായി വെച്ചതാ. പക്ഷെ ഇപ്പോ അതിനെന്താ? ഇപ്പോ ഞാൻ നന്നായി തന്നെ പഠിച്ചില്ലേ, വക്കീലായില്ലേ? ആയി. പക്ഷെ അതേ കോളേജിൽ തന്നെ അവളും പഠിച്ചതും വക്കീലായതും. അവക്ക് ധാരാളം കേസുകളും ഉണ്ട്. നീയോ? ചേച്ചി എന്തായി പറയണേ? ഏട്ടൻ പോയി രാധികച്ച് വിളിക്കാൻ. എത്ര തിരക്കാണെങ്കിലും ഏട്ടൻ വിളിച്ച രാധികച്ച് അപ്പ വരും.
എങ്ങടാ? രാധികയുടെ അടുത്തേക്ക്. അവൾ അവിടെ ഒരു കേസിന്റെ ചർച്ചയിലാ. ഉവ് അറിയാം. പിന്നെന്തിനാ അങ്ങോട്ട് പോണേ? എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഉണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. തുണ്ണുന്ന കാര്യല്ലേ? നല്ല പോലെ ചാറൊഴിക്കുക, പിന്നെ അങ്ങോട്ട് കുഴച്ചുരുട്ടി അണ്ണാക്കിലോട്ട് തള്ളുക, അത്രേ ഉള്ളു കാര്യം. പോയുണ്ടോളൂ, അവളെ ഉപദ്രവിക്കണ്ട. ഈ അമ്മാവന്റെ ഒരു കാര്യം. കഴിഞ്ഞ മാസം 21-ാം തീയതി സഹി കെട്ടപ്പോഴാണ് മാഡം ഞാനവന്റെ മുട്ടുകാല് തല്ലി ഓടിച്ചത്. എന്നിട്ട് പിന്നെയും വന്നു, ജനലിൽ കൂടി എത്തി നോക്കി, അപ്പൊ ഞാൻ കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അതിന് എന്നെ പിടിച്ചകത്തിടുക എന്ന് വെച്ചാൽ